ലോഗോസ് ക്വിസ് 2024 എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ പുസ്തകത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. എന്ത്? ഉത്തരം അമിതഭോജനം. ഡാഷ് അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഉത്തരം അമിതഭോജനം. പ്രഭാഷകൻ 37-31. സ്വജനമധ്യേ ആദരം നേടും, അവൻ്റെ നാമം അനശ്വരമാക്കും. ആരുടെ കാര്യമാണ് പറയുന്നത്? ഉത്തരം ജ്ഞാനി. സ്വജനമധ്യേ ആദരം നേടും, അവൻ്റെ നാമം അനശ്വരമാക്കും. ഉത്തരം ജ്ഞാനി. 37-26. അടുത്തത് ചിന്ത എവിടെ വേരൂന്നിയിരിക്കുന്നു? ഉത്തരം ഹൃദയത്തിൽ. അടുത്തത് ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. അധ്യായവും വാക്യവും 36-29. പ്രഭാഷകൻ 36-29. ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. അടുത്തത് ഡാഷ് ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. എന്തിനേക്കാൾ? ഉത്തരം വീഞ്ഞും സംഗീതത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനതൃഷ്ണ. ജ്ഞാനതൃഷ്ണ എന്തിനേക്കാൾ ശ്രേഷ്ഠമാണ്? ഉത്തരം വീഞ്ഞും സംഗീതവും. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനതൃഷ്ണ. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. അടുത്തത് എന്തിനേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ? ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും. പ്രസന്നതയും സൗന്ദര്യവും വയലിലെ ഇളം തളിരുകളേക്കാൾ ആനന്ദദായകമാണ്. അത് കണ്ണിന് ആനന്ദം നൽകുന്നു. പ്രഭാഷകൻ 40-22. ഭിക്ഷാടനത്തേക്കാൾ മരണമാണ് ഭേദം. ഭിക്ഷാടനത്തേക്കാൾ മരണമാണ് ഭേദം. പ്രഭാഷകൻ 40-28. അടുത്തത് ഡാഷ് ഇവരേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. ആരേക്കാൾ? സഹോദരരും സഹായകരും. ദാനധർമ്മം ഇവരേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. ഉത്തരം സഹോദരരും സഹായകരും. ഇവരേക്കാൾ സുരക്ഷിതമായ അഭയമാണ് ദാനധർമ്മം. ഇത് വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. പ്രഭാഷകൻ 40-24. അടുത്തത് ഡാഷ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ഉത്തരം ദൈവഭക്തി. ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. അത് ഏതു മഹത്വത്തെയേക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. അത് ഏതു മഹത്വത്തെയേക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. പ്രഭാഷകൻ 40-27. അടുത്തത് കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, ഡാഷ് എന്നേക്കും നിലനിൽക്കും. ഉത്തരം വിശ്വസ്തത. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. പ്രഭാഷകൻ 40-22. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അടുത്തത് ഡാഷ് പ്രവർത്തിക്കുന്നതിൻ്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും, ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും, ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. പ്രഭാഷകൻ 40-13. അടുത്തത് ഔദാര്യശീലന് ഡാഷ് ലഭിക്കും. ഉത്തരം സന്തോഷം ലഭിക്കും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. അടുത്തത് വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ആരുടെ കാര്യമാണ് പറയുന്നത്? ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി. ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. അടുത്തത് ഡാഷ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. ഉത്തരം കാരുണ്യം. കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. പ്രഭാഷകൻ 40-17. കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. അടുത്തത് നിധി ലഭിച്ചവൻ ഇവരേക്കാൾ ഭാഗ്യവാനാണ്. ആരേക്കാൾ? ഉത്തരം സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും നിധി ലഭിച്ചവനേക്കാൾ ഭാഗ്യവാനാണ്. നിധി ലഭിച്ചവൻ സ്വാശ്രയശീലനേക്കാളും അധ്വാനപ്രിയനേക്കാളും ഭാഗ്യവാനാണ്. അടുത്തത് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്തൊക്കെയാണ്? ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്തൊക്കെയാണ്? സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. അടുത്തത് നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേയുംകാൾ വിലമതിക്കപ്പെടുന്നു. എന്തിനേയുംകാൾ? സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേയുംകാൾ വിലമതിക്കപ്പെടുന്നു. എന്തിനേയുംകാൾ? സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. പ്രഭാഷകൻ 40-19. പ്രഭാഷകൻ 40-19.
അടുത്തത് ഡാഷും ഡാഷും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു, ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. ഉത്തരം കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു, ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രഭാഷകൻ 40:21. കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു, ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലോഗോസ് ക്വിസ് 2024 എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ഡാഷ് ആവുക സാധ്യമല്ല. ഉത്തരം ശിഷ്യനാവുക സാധ്യമല്ല. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. അനുതപിക്കുന്ന ഒരു ഡാഷിനെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത് ദൈവത്തെയും ഡാഷിനെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഉത്തരം ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞതെന്ത്? ഉത്തരം നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ലോഗോസ് ക്വിസ് 2024 എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. യേശു രൂപാന്തരപ്പെട്ടപ്പോൾ മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്താണ്? ഉത്തരം ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അടുത്തത് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുവിൻ, എന്നാൽ ദൈവം നിങ്ങളുടെ ഡാഷ് അറിയുന്നു. ഉത്തരം ഹൃദയങ്ങളെ അറിയുന്നു. അടുത്തത് ഇവനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. ഇത് ആരോട് പറഞ്ഞു? ഉത്തരം ധൂർത്തപുത്രൻ്റെ പിതാവ് ദാസന്മാരോട്. അടുത്തത് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുവിൻ, എന്നാൽ ദൈവം നിങ്ങളുടെ ഡാഷ് അറിയുന്നു. ഉത്തരം ഹൃദയങ്ങളെ അറിയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലോഗോസ് ക്വിസ് 2024 എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഉത്തരം നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അടുത്തത് തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ എവിടേക്ക് പോകാൻ ഉറച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം ജെറുസലേമിലേക്ക്. അടുത്തത് പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു, മറിച്ച് നിങ്ങളുടെ പേരുകൾ എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഉത്തരം സ്വർഗത്തിൽ. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് എവിടെ വിരുന്നിനിരിക്കും? ഉത്തരം ദൈവരാജ്യത്തിൽ. അടുത്തത് സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ഡാഷ് ആയിരിക്കുവാൻ കഴിയുകയില്ല. ഉത്തരം ശിഷ്യനായിരിക്കുവാൻ. അടുത്തത് ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫരിസേയരും നിയമജ്ഞരും. താങ്ക് യു ഫോർ വാച്ചിങ്.